ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് പിന്നാലെ കേരള സാഹിത്യ അക്കാദമിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി സർക്കാരിനു വേണ്ടി കേരള ഗാനം എഴുതാൻ ആവശ്യപ്പെട്ടിട്ട് തന്നെ അപമാനിച്ചു. കെ സച്ചിദാനന്ദനും അക്കാദമി സെക്രട്ടറി അബൂബക്കറുമാണ് ഗാനം എഴുതാൻ ആവശ്യപ്പെട്ടതെന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. സാഹിത്യ അക്കാദമിയുമായി ഇനിയൊരു സഹകരണത്തിനുമില്ല. തന്റെ കവിത വേണ്ടെങ്കിൽ നേരിട്ട് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണമായിരുന്നു. അങ്ങനെ പറയണമെങ്കിൽ തന്തയ്ക്ക് പിറക്കണമെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. തരാതരത്തിനനുസരിച്ച് നിലപാട് മാറ്റുന്ന ആളാണ് സച്ചിദാനന്ദൻ. മന്ത്രിയുമായി സൗഹൃദമുണ്ടെങ്കിലും ഈ വിഷയത്തിൽ ചർച്ചയ്ക്കോ അനുരഞ്ജനത്തിനോ തയ്യാറല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് പിന്നാലെ സാഹിത്യ അക്കാദമിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായാണ് ശ്രീകുമാരൻ തമ്പി നമുക്കൊപ്പം ചേരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, തന്നെ വ്യക്തിപരമായി അപമാനിക്കുന്ന രീതിയിലേക്ക് സാഹിത്യ അക്കാദമിയും ഒപ്പം തന്നെ സച്ചിദാനന്ദനുമൊക്കെ ശ്രമിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് പോകാം. ഏതൊരു ഘട്ടത്തിലാണ് ഈ ഗാനം ഒഴിവാക്കിയത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഗാനം ഒഴിവാക്കി എന്നോട് പറഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത് ഒഴിവാക്കിയെന്ന്. അതുപോലെ പിന്നെ എൻ്റെ ഗാനം അവർ സ്വീകരിക്കുന്നോ ഇല്ലയോ സംശയം തോന്നിയത് ഞാൻ പാട്ടെഴുതി കൊടുത്ത് അതിന് കറക്ഷൻ ചെയ്ത് കൊടുത്തതിന് ശേഷവും കേരള ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രസ്താവന കൊടുത്തു. അവർ അവിടെ കണ്ടുപോയി. അപ്പോൾ മനസ്സിലാക്കി വേറെ അപ്പോൾ പലരെ കൊണ്ട് പാട്ട് എഴുതിച്ചിട്ട് മാർക്കിട്ടെടുക്കാൻ ഞാനെന്താ പാട്ട് എഴുതുന്ന വിദ്യാർത്ഥിയാണോ? ആദ്യം എന്നോട് പാട്ട് എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ എഴുതുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നോട് അബൂബക്കർ ചോദിച്ചു, താങ്കളല്ല മറ്റാരെന്നാണ് ചോദിച്ചത്. കേരളത്തിന് വേണ്ടി ഒരു ഗാനം എഴുതാൻ താങ്കളല്ലാതെ മറ്റാരെന്നാണ് അബൂബക്കർ ചോദിച്ചത്. അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് എഴുതിയത്. എഴുതി കഴിഞ്ഞുകൊണ്ട് അബൂബക്കർ പറഞ്ഞു എനിക്ക് തൃപ്തിയായില്ലെന്ന് എഴുതി. അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ആരെ കൊണ്ട് എഴുതിക്കും. അപ്പോൾ അബൂബക്കർ അല്ല, താങ്കൾക്ക് എഴുതാൻ പറ്റും, താങ്കൾ അവസാന ഭാഗമല്ല ഗംഭീരമായിട്ടുണ്ട്, തുടക്കം മാത്രം ഒന്ന് മാറ്റിയാൽ മതിയെന്ന്. അപ്പോൾ തുടക്കം മാറ്റി കൊടുത്തു. ഇപ്പോഴൊന്നും സച്ചിദാനന്ദൻ എനിക്ക് എഴുതിയ താങ്കളുടെ ഒരുപാട് എത്രയോ ഗാനങ്ങൾ കേട്ട് താങ്കൾക്ക് ഇനിയും ഇതിനൊക്കെ നന്നായിട്ട് എഴുതാൻ കഴിയുമെന്നാണ് എന്നോട് അന്ന് പറഞ്ഞത്. മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ ഞാൻ മാറ്റി എഴുതി വെച്ചാൽ അങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മളൊരു പാട്ട് എഴുതി കഴിഞ്ഞാൽ അത് ഡയറക്ടർ സിനിമയ്ക്ക് വേണ്ടി എഴുതിയാലും ഡയറക്ടർ പ്രൊഡ്യൂസർ പറയും, സാർ ഈ ഒരു വരി ഒന്ന് മാറ്റിയേക്കൊള്ളാം, ഈ വരി വേറെ കുറച്ചുകൂടെ നന്നായിക്കൊള്ളാം എന്ന് പറയുമ്പോൾ നമ്മൾ മാറ്റി എഴുതി കൊടുക്കും. അങ്ങനെ ഇവർക്ക് മാറ്റി എഴുതി കൊടുത്തു. അപ്പോൾ ദാറ്റ് മീൻസ് അദ്ദേഹം അക്സെപ്റ്റ് മൈ സോങ് തന്നെ ഞാൻ ധരിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഗാനങ്ങൾ ക്ഷണിച്ചുകൊണ്ട് ഇവരുടെ പരസ്യം വരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ നിരാകരിച്ചു, അല്ലെങ്കിൽ പിന്നെ വേറെ പാട്ട് ആവശ്യമില്ല, അല്ലെങ്കിൽ എല്ലാം കൂടെ നോക്കിയിട്ട് മാർക്കിടുന്നത്. അല്ല, ഞാൻ ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ പോയി പാട്ടുകാരി നിൽക്കേണ്ടവനാണ് ഞാൻ. എനിക്ക് എൻ്റെ ഗതികളുണ്ട്, ഇപ്പോഴും എൻ്റെ ആവശ്യമുണ്ട്. കമ്മിറ്റിയിൽ ആരും അംഗീകരിച്ചില്ല. ഏത് കമ്മിറ്റി? ഈ കമ്മിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ ആദ്യം പറയണം. കമ്മിറ്റി ഉണ്ടെങ്കിൽ ഞാൻ എഴുതത്തില്ല, കമ്മിറ്റി തീരുമാനിക്കാൻ ഞാൻ എഴുതത്തില്ല. ശ്രീകുമാരൻ മാർക്കിട ആരാ ഇപ്പോൾ കേരളത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നത്? ജനങ്ങളെ എനിക്ക് മാർക്കിടുന്നത്, ജനങ്ങളെ തീരുമാനിക്കുന്നത്. ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ പോസ്റ്റിന് നിങ്ങൾ താഴെ നോക്കണം, ജനങ്ങൾ വന്ന് എഴുതിയിരിക്കുന്ന വായിക്കണം. കേരളത്തിൽ ഏകദേശം 750ഓളം ആൾക്കാർ അപഹരിച്ചിട്ടുണ്ട്, 3000ഓളം ആളുകൾ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരാ തീരുമാനിക്കുന്നതിൻ്റെ കാര്യം, ജനങ്ങളെ തീരുമാനിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടു, അത് നിരാകരിച്ചു. അപ്പോൾ സ്വാഭാവികമായും അത് അവർ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാനുള്ളൊരു സാമാന്യ മര്യാദ കാണിക്കേണ്ടിയിരുന്നില്ല. ആ സാമാന്യ മര്യാദ കാണിച്ചതെന്ന് മാത്രമല്ല, ഇപ്പോഴേ ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പിന്നെ സച്ചിദാനന്ദൻ പറയുന്നത് ഹന്നാന പാർട്ടി ഞങ്ങൾ എടുത്തുന്നത്. ഇന്നിവിടെ നേരത്തെ തന്നെ അറിയിച്ചില്ല. അപ്പോൾ പരസ്യമായിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യുക മാത്രമായിരുന്നു സച്ചിദാനന്ദ ലക്ഷ്യം. കാരണം സച്ചിദാനന്ദന് ഞാനൊന്ന് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ പകപോക്കാൻ സാഹിത്യ അക്കാദമി പക്ഷേ മീഡിയമാക്കരുത്. തന്തയ്ക്ക് വന്നാൽ നേരിട്ട് സംസാരിക്കാം. ഒരു സ്റ്റേജിൽ വരട്ടെ, ഞാൻ സംസാരിക്കാം. അല്ലാതെ സാഹിത്യ അക്കാദമി എന്നുള്ള ഒരു ഓഫീസ് കൈവാക്കരുത് ശ്രീകുമാരൻ കൂടി പരിഹാരം ചെയ്യാൻ. ഈ സർക്കാരിന് ഈ സാഹിത്യ അക്കാദമികളുടെ നിയന്ത്രണം നഷ്ടമാകുമെന്ന് അങ്ങക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. സർക്കാർ ഇതൊക്കെ ഇപ്പം സാഹിത്യ അക്കാദമിയുടെ ദൈനംദിന പരിപാടികളിൽ പിന്നെ സർക്കാർ ഇടപെടാൻ പറ്റില്ലല്ലോ. കാരണം നമ്മുടെ സാംസ്കാരിക വകുപ്പ് ബഹുമാനപ്പെട്ട സജി ചെറിയാൻ ഓരോ ദിവസവും അവിടെ പോയിട്ട് കാര്യം നോക്കാൻ പറ്റും? സാധ്യമല്ല. അപ്പോൾ അവർ വിശ്വസിക്കുന്നു, അവരെ വെക്കുന്നു, അവർ ചെയ്യുന്നു. മന്ത്രിക്ക് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്, മുഖ്യമന്ത്രി സഹപ്രധാനിക്ക് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. അപ്പോൾ എന്നെക്കുറിച്ച് നിങ്ങൾ മുഖ്യമന്ത്രി ചോദിച്ചാൽ അതേ പറയുന്ന അഭിപ്രായം വേറൊന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്കെല്ലാവർക്കും നേരിട്ട് ഇടപെടാൻ പറ്റില്ല.
അല്ല, പക്ഷേ ഇത്തരം ഒരു കാര്യം ഉണ്ടായി. ഇതിനു മുമ്പ് ഇപ്പോൾ ബാലേന്ദ്ര ചുള്ളിക്കാടിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നു, ഇപ്പോൾ ഇതുപോലെയുണ്ട്. ഇതിനു മുമ്പും സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഇത് ശേഷം ഞങ്ങളത് പരിഹരിക്കും അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതല്ലേ? ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ പോലും സർക്കാരിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ശ്രീകുമാരൻ്റെ പേര് ആവശ്യപ്പെട്ടു? എന്നോട് ആവശ്യപ്പെട്ട പാട്ട് ഇപ്പം ഞാൻ പറയുന്നത് ഒരു കമ്മിറ്റിയുണ്ട്, കവിതകൾ പരിശോധിച്ച് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്നോട് എഴുതാൻ എന്തിനു പറഞ്ഞു? ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം ചെയ്താൽ മതിയായിരുന്നല്ലോ. എന്നോട് എഴുതണമെന്ന് താങ്കളല്ലാന്ന് മറ്റാരെന്ന് അബൂബക്കർ ചോദിച്ചാൽ ഞാൻ തന്നെ എഴുതണമെന്നല്ല അർത്ഥം. അപ്പം ഞാൻ തന്നെ എഴുതിയിട്ട് പിന്നെ ഞങ്ങൾ ശ്രീകുമാരൻ്റെ ക്ലീശ ആയതുകൊണ്ട് ഹരിയാന എടുത്തു പറഞ്ഞാൽ എന്താ അർത്ഥം? സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമിയിൽ ഒരു തൻപ്രമാണിയായി മാറുന്നു എന്ന് തന്നെയാണ്. അല്ല, നമ്മുടെ പിന്നെ ഈ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്നത് പിന്നെ സച്ചിദാനന്ദൻ ഇപ്പോൾ ഒരു മുതലെടുക്കുകയാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ തൽക്കാലം മാർക്സിസ്റ്റ് പാർട്ടിയോടെ നിൽക്കുന്നു, മനസ്സിലായില്ല. അദ്ദേഹം നിൽക്കുന്ന ഈ വിധമാർന്ന ആളാണ്. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, ഇനി അടുത്ത ഇലക്ഷന് LDF ജയിക്കരുത്, LDF ജയിച്ചാൽ പാർട്ടി ഉണ്ടാവില്ല കേരളത്തിലെന്ന്. അടുത്ത ദിവസം അത് പാർട്ടി എതിർക്കാവും, കസേര തെറിക്കുമെന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് മാറ്റി പറഞ്ഞു, ഫലിതം പറഞ്ഞല്ലേ ഞാൻ, ഇത് ഫലിതമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ LDF ജയിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാതാകുമെന്ന് പറയുന്ന ഫലിതമാണ്. അപ്പോൾ അത് ആളുകൾ എതിർക്കുന്നു, പാർട്ടിയിൽ നിന്ന് വലിയ എതിർപ്പുണ്ടായെന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് അടുത്ത ദിവസം പറഞ്ഞു, ഞാൻ ഫലിതം പറഞ്ഞതല്ലേ, ഫലിതം തിരിച്ചറിയാൻ കഴിയാത്ത അങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ലാത്തൊരു മനുഷ്യനാണ്. അയാൾക്ക് സ്വന്തം ഒരു അഭിപ്രായമില്ല, അയാൾക്ക് വേണ്ട സ്ഥാനമാണ്. ഡൽഹി ഇരുന്നിട്ട് ഏറ്റവും അടുത്താണ്. കാരണം UR അനന്തമൂർത്തിയുള്ള കാലത്ത് അദ്ദേഹത്തെ കൈമണി അടിച്ച് അദ്ദേഹത്തിന് പിന്നാലെ പോയിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ ഒരു മാഗസിനുണ്ട്, അതിൻ്റെ എഡിറ്റർ അയാളാണത്. അത് കഴിഞ്ഞ് BJP ഭരിക്കും, വാജ്പേയി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇദ്ദേഹം സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആവുന്നത്. ഇദ്ദേഹം മാർക്സിസ്റ്റുകാരനാണെന്ന് ആലോചിക്കണം. അത് വാജ്പേയി BJP ഭരിക്കുന്ന കാലത്ത്, വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ഇദ്ദേഹം സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആവുന്നത്. അതായത് ചെറിയ ലിറ്റററി മാഗസിനിൽ പത്രഹ കയറിയ ആൾ എങ്ങനെ സെക്രട്ടറി മാറും, അതിൽ സാമർഥ്യം. ഇവിടെ ഒരു ചാട വരാൻ അദ്ദേഹം സാധിക്കും. ഞാനിങ്ങനെ ചാടുന്നവരാണ്, എൻ്റെ കപ്പാസിറ്റി കൊണ്ട് നിൽക്കുന്നവരാണ്. ഞാനൊരു പാർട്ടിയുടെയും പാലല്ല, മനസ്സിലായി. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വാദിക്കുന്നില്ല, ഞാൻ പിന്നെ BJPക്ക് വേണ്ടി വാദിക്കുന്നില്ല, ഒരു പാർട്ടിക്ക് വേണ്ടി ഞാൻ വാദിക്കുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായ ശ്രീകുമാരൻ്റെ അഭിപ്രായം പറയുന്നതല്ല. ഇപ്പോഴത്തെ സാഹചര്യം ഈ സാഹിത്യ അക്കാദമിയുടെ സഹകരണം എങ്ങാണ് മുന്നോട്ട് പോക്കൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ? എനിക്ക് സാഹിത്യ അക്കാദമി ഒരു സഹകരണം വേണ്ട, അവർ അവാർഡും വേണ്ട. ഇനി അവാർഡ് സ്വീകരിക്കില്ല. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഇരുന്ന് തന്ന അവാർഡോ ഫെലോഷിപ്പ് എന്ത് വന്നാലും ഞാൻ സ്വീകരിക്കില്ല, ഉറപ്പാണ്. ഈ സർക്കാർ ഒരു അനുരഞ്ജനം ആരംഭിച്ചിട്ടുണ്ട്. സർക്കാർ സാംസ്കാരിക വകുപ്പ് മന്ത്രി നേരിട്ട് കാണുമെന്ന് പറയുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിലുള്ള? ഞങ്ങൾ സുഹൃത്തുക്കളാണ്, അപ്പോൾ കാണും, ജ്യേഷ്ഠാനിയന്മാരെ പോലെ ഞങ്ങൾ കാണും. മന്ത്രി കണ്ടാലും എന്തായാലും സാഹിത്യ അക്കാദമിയായിട്ടുള്ള ബന്ധം എന്തായാലും ഇല്ല, ഉറപ്പാണ്. ആര് കണ്ടാലും ഇല്ല. ഇതാണ് ശ്രീകുമാരൻ തമ്പിക്ക് പറയാനുള്ളത്. കാരണം അത്രയേറെ അപമാനം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാകുന്നത്. മന്ത്രി സംസാരിച്ചില്ല, കാരണം ആലപ്പുഴക്കാരാണ് രണ്ടുപേരും. അതുകൊണ്ട് മന്ത്രി സംസാരിച്ചാലും മന്ത്രിയുമായുള്ള സൗഹൃദം നിലനിർത്തും. പക്ഷേ സാഹിത്യ അക്കാദമിയുമായുള്ള സഹകരണത്തിൽ ഒരു തുടർ നടപടി ഇനി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ശ്രീകുമാരൻ തമ്പി പറയുന്നത്. ക്യാമറമാൻ രാജേഷ് താവലിനോടൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.